വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പല്ലവിയുണ്ട്, കേരളത്തിൽ താമര വിരിയില്ലെന്ന്. എന്നാൽ ഇന്ന് ആ വാക്കുകൾ പറയുന്നവരുടെ നാവൊന്ന് ഇടറുന്നുണ്ടോ? ലോക് പോൾ പ്രീ ഇലക്ഷൻ സർവേ പുറത്തു വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. UDF-ന് ഭരണം പ്രവചിക്കുമ്പോഴും അതിനിടയിൽ ആരും കാണാതെ പോയ, അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഒരുപോലെ ഭയക്കുന്ന ആ സൈലന്റ് വേവ് എവിടെയാണ്? അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ ഇടത് മുന്നണിയും ദിശയില്ലാത്ത വലത് മുന്നണിയും ഇന്ന് ഒരുപോലെ വിറയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആഞ്ഞടിച്ച ആ കാവ്യ വിപ്ലവം ഇന്ന് കേരളത്തിന്റെ ഓരോ ഗ്രാമത്തിലേക്കും പടർന്നു കഴിഞ്ഞു. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിലും വേരുറപ്പിക്കുകയാണോ? 140 മണ്ഡലങ്ങളിലും BJP ഉണ്ടാക്കാൻ പോകുന്ന ആ അപ്രതീക്ഷിത മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണോ കുറിക്കുന്നത്? സ്വർണ്ണക്കൊള്ളക്കാരും സ്വർണ്ണ കള്ളക്കടത്തുകാരും പ്രീണന രാഷ്ട്രീയക്കാരും ഭയക്കുന്ന ആ സത്യങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇത് വെറുമൊരു രാഷ്ട്രീയ വിശകലനമല്ല, ഇത് മാറുന്ന കേരളത്തിന്റെ വിളംബരമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാരിന്റെ അഴിമതി ഭരണമാണ്. സർവേ പ്രകാരം LDF 51-59 സീറ്റുകളിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ്. എന്താണ് ഇതിന് കാരണം? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ നമ്മൾ കണ്ടത് ഭരണകൂടത്തിന്റെ അധപതനമാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പോലും സംശയത്തിന്റെ നിഴലായി. പാവപ്പെട്ടവർക്ക് വീട് നൽകാനുള്ള ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും കോടികൾ കമ്മീഷൻ അടിച്ചുമാറ്റിയ വാർത്തകൾ പുറത്തു വന്നു. ക്യാമറ ഇടപാടിലും ഫോണിലും നടന്ന അഴിമതികൾ സാധാരണക്കാരന്റെ നികുതിപ്പണം എങ്ങനെയാണ് കൊള്ളയടിക്കപ്പെടുന്നത് എന്നതിന്റെ തെളിവുകളാണ്. സർവേ വ്യക്തമാക്കുന്നത് LDF-ന്റെ ഉറച്ച വോട്ടുകളിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നു. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ സീറോ മലബാർ വോട്ടുകളും ഹിന്ദു വോട്ടുകളും എല്ലാം ഇടതുമുന്നണിയെ കൈവിട്ട് ഓടുകയാണ്. കശുവണ്ടി തൊഴിലാളികൾ, നെൽകർഷകർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കിടയിലുള്ള അതൃപ്തി ചുവപ്പ് കോട്ടകളെ തകർക്കാൻ പോകുന്നതാണ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ സമീപനവും അണികൾക്കിടയിൽ വലിയ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കണ്ണൂരിലും പാലക്കാട്ടിലും മാത്രം ഒതുങ്ങുന്ന ഒരു ശക്തിയായി CPM മാറുകയാണ്. ബാക്കി കേരളം വികസനത്തിന്റെ പാതയിലേക്ക് നോക്കുമ്പോൾ CPM ഇപ്പോഴും പഴയ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. UDF ആകട്ടെ 81 മുതൽ 86 സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുമ്പോഴും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വർഗീയ ധ്രുവീകരണമാണെന്നത് തള്ളിക്കളയാനാകില്ല. UDF-ൽ നിന്ന് കോൺഗ്രസിനേക്കാൾ ശക്തി മുസ്ലിം ലീഗിനാണ്. ലീഗും സമസ്തയും തമ്മിലുള്ള അടുപ്പം വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിക്കുമെങ്കിലും ഇത് മതേതര വോട്ടർമാരെ ഭയപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു മുന്നണിയായി UDF മാറിയത് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ BJP-യിലേക്ക് അടുപ്പിക്കാനായി വളരെ വലിയൊരു കാരണവുമായിട്ടുണ്ട്. സഭകളുമായി കോൺഗ്രസ് പുലർത്തുന്ന ബന്ധം വോട്ടായി മാറുമെന്ന് അവർ കരുതുന്നു. എന്നാൽ റബ്ബർ വിലത്തകർച്ചയിലും വന്യജീവി ആക്രമണത്തിലും കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് കാണുന്ന മലയോര കർഷകർക്ക് ഇന്ന് വിശ്വാസം നരേന്ദ്രമോദിയിൽ മാത്രമാണ്. പത്തനംതിട്ടയും കോട്ടയവും പോലെയുള്ള ജില്ലകളിൽ UDF-ന്റെ പരമ്പരാഗത വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുകയാണ്. ഇവിടെയാണ് യഥാർത്ഥ വിപ്ലവം ആരംഭിക്കുന്നത്. BJP-യുടെ വോട്ട് വിഹിതം 13 മുതൽ 15% വർദ്ധിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാറ്റമാണ്. തിരുവനന്തപുരത്ത് BJP ഇന്ന് വെറും ഒരു മത്സര ബുദ്ധിയുള്ള പാർട്ടി മാത്രമല്ല, മറിച്ച് വിജയിക്കാൻ പോകുന്ന ശക്തിയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ തരംഗം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവാണ്. ഇത് വെറും ഒരു സിനിമാ താരത്തിന്റെ ജനപ്രീതിയല്ല, മറിച്ച് BJP-യുടെ ആശയങ്ങളോടുള്ള ജനങ്ങളുടെ താല്പര്യമാണ്. ഈ 2 ജില്ലകളിലും നടന്ന കാവ്യ മുന്നേറ്റം ഇടത് വലത് മുന്നണികളെ വിറപ്പിച്ചു കഴിഞ്ഞു. അവർ ഭയക്കുന്നത് BJP-യുടെ സംഘടനാ കരുത്തിനെയും മോദി എന്ന ബ്രാൻഡിനെയുമാണ്. ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ കൊതിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിന്റെ വികസനത്തിന് മുൻഗണന നൽകുന്നു. ഒന്ന്, ദേശീയപാത വികസനം. കേരളത്തിലെ ദേശീയപാതകൾ ഇന്ന് ലോക നിലവാരത്തിലേക്ക് മാറുന്നത് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. 2, വന്ദേ ഭാരത്. കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ ജനങ്ങൾക്കിടയിൽ BJP-യുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു. 3, കിസാൻ സമ്മാൻ നിധി. ഒരു രാഷ്ട്രീയ വേർതിരിവുമില്ലാതെ കേരളത്തിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്നു. ഇടനിലക്കാരില്ലാത്ത ഈ വികസന മാതൃകയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുകയാണ്. ക്രൈസ്തവ സഭകൾ BJP-യുമായി നടത്തുന്ന ചർച്ചകളും ശബരിമല വിഷയത്തിൽ ഹിന്ദു സമൂഹം BJP-ക്കൊപ്പം നിന്നതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. മലയോര മേഖലകളിൽ BJP-യുടെ വോട്ട് വിഹിതം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഇടത് കോട്ടകളെ തകർക്കും. തെക്കൻ കേരളം എടുത്തു നോക്കാം. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ BJP ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ഇവിടങ്ങളിൽ ഇടത് വോട്ടുകൾ വലിയ തോതിൽ BJP-യിലേക്ക് പോകുന്നത് UDF-ന് ഗുണകരമാകുമെന്ന് സർവേകൾ പറയുമ്പോഴും ഫലത്തിൽ അത് BJP-യുടെ സീറ്റ് വർധനവിനാണ് വഴിമാറുന്നത്.
മധ്യകേരളം നോക്കാം. തൃശ്ശൂരും എറണാകുളത്തും ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യോട് അടുക്കുന്നത് കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നു. കേരള കോൺഗ്രസ് എം LDF-ൽ തുടരുന്നത് ആ പാർട്ടിയുടെ അണികൾക്കിടയിൽ തന്നെ അമർഷമുണ്ടാക്കുന്നുണ്ട്. ഇത് NDA-ക്ക് വലിയ അവസരമാണ് നൽകുന്നത്. ഇനി വടക്കൻ കേരളത്തിലേക്ക് വരാം. മലപ്പുറത്ത് ലീഗ് തരംഗം ഉണ്ടാക്കുമെങ്കിലും പാലക്കാടും കാസർഗോഡും BJP വലിയ മുന്നേറ്റം നടത്തും. കണ്ണൂരിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർവേ ഫലങ്ങൾ എന്തും പറയട്ടെ, പക്ഷെ കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. അഴിമതിയും കുടുംബ ഭരണവും പ്രീണന രാഷ്ട്രീയവും കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിയ കാലം അവസാനിക്കുന്നു. ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കാൻ കുതിക്കുന്ന മോദി പ്രസ്ഥാനത്തിനൊപ്പം കേരളവും കൈകോർക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്തെയും തൃശൂരിലെയും കാവി തരംഗം ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം BJP-യെയും NDA-യും നെഞ്ചിലേറ്റും. കാരണം ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, ജനങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. കേരളം ഇന്ന് ഒരു മാറ്റത്തിന് ദാഹിക്കുന്നു വല്ലാതെ. ദശാബ്ദങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന LDF-UDF ഒത്തുകളി രാഷ്ട്രീയം അതിന്റെ അവസാന ശ്വാസം വലിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോക് പോൾ സർവേയിൽ UDF-ന് സീറ്റുകൾ കൂടുതൽ ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊരു അത്ഭുതമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിന്ന് ആഗ്രഹിക്കുന്നത് കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിപ്ലവമാണ്. അഴിമതിയിൽ മുങ്ങിയ ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ UDF-ന് വോട്ട് ചെയ്യുക എന്ന പഴയ തന്ത്രം ഇനി കേരളത്തിൽ ഫലിക്കില്ല. കാരണം അഴിമതിയുടെ കാര്യത്തിലും പ്രീണനത്തിന്റെ കാര്യത്തിലും ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മണ്ണിലും തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലുമൊക്കെ ഇന്ന് മുഴങ്ങി കേൾക്കുന്നത് വികസനത്തിന്റെ പുതിയൊരു മന്ത്രമാണ്. സുരേഷ് ഗോപിയുടെ തൃശൂരിൽ കണ്ട ആ വിജയം വെറും ഒരു തുടക്കം മാത്രമാണ്. തിരുവനന്തപുരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും അതൊരു വെറും ട്രെയിലർ മാത്രമാണ്. അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും മനസ്സിലുണ്ടായ വലിയൊരു മാറ്റത്തിന്റെ പ്രതിഫലനമാണ്. നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതൃത്വം ഇന്ത്യയെ ലോകത്തിന് നെറുകയിൽ എത്തിക്കുമ്പോൾ, ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും ഇൻഫ്രാസ്ട്രക്ചർ കുതിപ്പിലൂടെയും ഭാരതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം മാത്രം എന്തിനാണ് പിന്നോട്ട് നിൽക്കുന്നത്? സ്വർണ്ണ കള്ളക്കടത്തുകാരും അഴിമതിക്കാരും വാഴുന്ന സെക്രട്ടേറിയറ്റ് അല്ല നമുക്ക് വേണ്ടത്, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതിയും അർഹരായവരുടെ കൈകളിൽ നേരിട്ടെത്തിക്കുന്ന, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന, കർഷകർക്ക് നീതി ലഭിക്കുന്ന ഒരു പുതിയ കേരളമാണ് നമുക്ക് വേണ്ടത്. റബ്ബർ കർഷകരും തീരദേശവാസികളും മലയോര കർഷകരും ഇന്ന് BJP-യിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം മാറ്റത്തിന്റെ വലിയ സൂചനയാണ്. കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയുന്നത് തടയാൻ ആർക്കും കഴിയില്ല. കാരണം അത് ജനങ്ങളുടെ ആവശ്യമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വെറും ഒരു സീറ്റ് പിടിച്ചെടുക്കലല്ല, അത് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന പോരാട്ടമാണ്. അക്രമ രാഷ്ട്രീയത്തെയും അഴിമതിയെയും കെട്ടുകെട്ടിച്ച് വികസനത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരിയിലേക്ക് നമുക്ക് കടന്നു കയറാം. ഭാരതത്തിന്റെ വികസന കുതിപ്പിനൊപ്പം കേരളവും ഇനി തോളോട് തോൾ ചേർന്ന് നിൽക്കും. ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ അപ്പോൾ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഓരോ വോട്ടും ഒരു പുതിയ കേരളം പടുത്തുയർത്താനുള്ളതാകട്ടെ. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കേരളം മാറണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയിലേക്കും ഈ സന്ദേശം എത്തട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.